സൗരോർജ്ജം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി ഊർജ്ജ സംരക്ഷണത്തിന് പുതിയ മാതൃക തീർക്കുകയാണ് സുൽത്താൻ ബത്തേരി നഗരസഭ. നഗരസഭയ്ക്ക് കീഴിലുള്ള എല്ലാ സ്കൂളുകളും വൈദ്യുതിക്കായി സൗരോർജ്ജം ഉപയോഗപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 3 സ്കൂളുകളിലാണ് പദ്ധതി നടപ്പാക്കിയത്. കിലോവാട്ട് ശേഷിയുള്ള ഓൺ ഗ്രിഡ് പ്ലാന്റുകളാണ് സ്കൂളുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനായി 21,63,999 രൂപയാണ് നഗരസഭ ചെലവഴിച്ചത്. കെൽട്രോണാണ് പ്ലാന്റ് സ്ഥാപിച്ചതും അനുബന്ധ പ്രവൃത്തികൾ പൂർത്തിയാക്കിയതും. സോളാർ പദ്ധതി നടപ്പിലാക്കിയതോടെ സ്കൂളുകളിലെ ലാബുകളിലും ഓഫീസിലും ക്ലാസ് മുറികളിലും വൈദ്യുതി ഉപയോഗം പൂർണ്ണമായി സോളാർ പ്ലാന്റിനെ ആശ്രയിച്ചായി. നേരത്തെ 9,000 രൂപയോളം വൈദ്യുതി ബിൽ വന്നിരുന്ന സ്ഥലത്ത് ഒടുവിൽ വന്നത് 500 രൂപയിൽ താഴെയുള്ള ബില്ലാണ്. അടുത്ത ഘട്ടത്തിൽ മറ്റ് സ്കൂളുകളിലും പദ്ധതി നടപ്പാക്കും. നമുക്കറിയാം, വലിയ കറണ്ട് ബില്ലാണ് ഈ സ്കൂളുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് നമുക്ക് തരണം ചെയ്യുക എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് MEC മീറ്റിംഗിൽ പുതിയൊരാശയം നമ്മൾ മുന്നോട്ട് വെക്കുകയും മുഴുവൻ സ്കൂളുകളിലും സോളാർ വെച്ചുകൊണ്ട് ആ സോളാറിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി KSEB-യിലേക്ക് നൽകിക്കൊണ്ട് ആ KSEB-യിലേക്ക് നൽകുന്ന സമയത്ത് നമുക്ക് എനർജി കൂടുതൽ വരുന്ന സമയത്ത് അത് അടുത്ത ബില്ലിലേക്കും നമ്മൾ കൊടുക്കുന്ന ബില്ലുകളിലേക്കും ഒക്കെ ലെസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അടുത്ത ഘട്ടത്തിൽ ഓടപ്പളം, ചേനാട് സ്കൂളുകളിൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കാനാണ് തീരുമാനം. പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് പദ്ധതി നടപ്പിലാക്കും. തുടർന്ന് പൂമല, കൈപ്പഞ്ചേരി, പഴുപ്പത്തൂർ സ്കൂളുകളിലും പ്ലാന്റുകൾ സ്ഥാപിക്കും. മാതൃഭൂമി ന്യൂസ്, വയനാട്. മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട് തത്സമയം. ഷഹീദ്, നല്ല ഐഡിയയാണ്. കാരണം വൈദ്യുത ബില്ലിന്റെ അമിത ഭാരമൊന്നും ഉണ്ടാകില്ല. ശരിക്കും സുൽത്താൻ ബത്തേരി നഗരസഭയ്ക്ക് പുറത്തായി എല്ലാ സ്കൂളുകളിലും ഇത് നടപ്പാക്കുകയാണെങ്കിൽ വൈദ്യുത ബില്ലിന്റെ ആ ഒരു വലിയ ഭാരം കുറയ്ക്കുകയും ചെയ്യാം. ശരിക്കും കേരളത്തിന് തന്നെ മാതൃകയാണ്. ഊർജ്ജ സംരക്ഷണത്തിൽ വളരെ മാതൃകാപരമായ ഒരു തീരുമാനവുമായി സുൽത്താൻ ബത്തേരി നഗരസഭ രംഗത്ത് വന്നിരിക്കുകയാണ്. സുൽത്താൻ ബത്തേരി നമുക്കറിയാം, നേരത്തെ തന്നെ ആ നഗര ശുചിത്വവൽക്കരണത്തിൻ്റെ പേരിൽ വലിയ പേരുകേട്ട ഒരു നഗരസഭയാണ്. ആ നഗരസഭയാണ് ഇപ്പോൾ നഗരസഭയുടെ കീഴിലുള്ള മുഴുവൻ സ്കൂളുകളിലും സൗരോർജ്ജ പദ്ധതി നടപ്പാക്കുക എന്നുള്ള ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്നത്. 3 സ്കൂളുകളിൽ ഇതിനകം തന്നെ പദ്ധതി നടപ്പാക്കി കഴിഞ്ഞു. ഏകദേശം 9,000 രൂപയാണ് ഇതുവരെ വൈദ്യുതി ബില്ല് അവിടെ വന്നിരുന്നത്. അതാണിപ്പോൾ 500 രൂപയായി ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത്. മറ്റ് സ്കൂളുകളിലേക്കും നഗരസഭയിലെ മുഴുവൻ സ്കൂളിലേക്കും ഇത് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് നഗരസഭയുടെ ലക്ഷ്യം. നമുക്കറിയാം, വയനാട് പരിസ്ഥിതി പ്രാധാന്യമുള്ള സ്ഥലമാണ്. ഊർജ്ജ സംരക്ഷണം, പരിസ്ഥിതി സൗഹൃദം എന്നു തുടങ്ങിയ വലിയ വിശാലമായ ലക്ഷ്യത്തിലേക്ക് നഗരസഭ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വളരെ ആശാവഹമായ, മാതൃകാപരമായ, അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ്. സുൽത്താൻ ബത്തേരി നഗരസഭയുടെ ആ ഒരു ഐഡിയ ഗംഭീരമാണ്. അതിനു പുറമെ അത് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലേക്കും എത്തുകയാണെങ്കിൽ വൈദ്യുത ബില്ലിന്റെ ഒരു അമിതമായ തുക എന്നുള്ളത് ഒഴിവാക്കാൻ കഴിയും.